പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി തയ്യാറാക്കിയാലോ. അതും രുചികരമായിട്ടുള്ള തേങ്ങ വറുത്തരച്ചൊരു മീൻകറി. അതിന് ഞാനിവിടെ ഒരു ചെറിയ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ചേരുവകളൊന്ന് നോക്കാം. ഒരു 10-15 ചെറിയ ചുമന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 7-8 വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും അതുപോലെ 2-3 ഉണ്ടമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ല മണമുള്ളയാണ് കേട്ടോ. ഇനി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. അതുപോലെ മുളകും 2ആയിട്ട് കീറിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മീൻകറിക്ക് ആവശ്യമായ പുളിയാണ്. ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് പുളി എടുത്താൽ മതിയാവും. പുളി കുറച്ചു നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞെടുക്കണം. ഇത് ഇത്രയും ഒന്ന് തയ്യാറാക്കി മാറ്റി വെച്ച ശേഷം തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 4-5 ചുമന്നുള്ളിയും 8-10 കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാകമായി കിട്ടും. അതല്ല എങ്കിൽ ഇത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം വറുത്തെടുത്താലും പെട്ടെന്ന് പാകമായി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ വീണ്ടും അത് മൂത്തുപോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. തേങ്ങയുടെ ചൂട് മാറുമ്പോഴേക്കും കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി മീൻകറി വെക്കാനുള്ള ചട്ടിയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് 2 വറ്റൽമുളക് കൂടി 2ആക്കി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഉള്ളി ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും മുൻപ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഗ്രേവി തിളച്ചു വരുമ്പോൾ മുൻപ് കട്ട് ചെയ്ത് വെച്ച മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിന്റെ കഷ്ണമെല്ലാം അരപ്പിലേക്ക് മുങ്ങി നിൽക്കണം. ഇനി മൂടി വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തവി കൊണ്ട് ഇളക്കി കൊടുക്കരുത്. അങ്ങനെ തവി കൊണ്ട് ഇളക്കുന്നത് മീൻ ഉടഞ്ഞ് കലങ്ങിപ്പോകാൻ കാരണമാകും. മീൻ നന്നായി വെന്ത് തേങ്ങയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും ഇറക്കി വെക്കാം. ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പവും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള തേങ്ങ വറുത്തരച്ച മീൻകറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.